തൃപ്പൂണിത്തറ ഏരൂരിൽ റിട്ടയർഡ് അധ്യാപികയായ വയോധികയെ വീട്ടിൽ കയറി തലക്കടിച്ച് വീഴ്ത്തി 6.5 പവൻ കവർച്ച ചെയ്ത സംഭവത്തിൽ കമിതാക്കൾ പോലീസ് പിടിയിൽ. കാഞ്ഞിരപറ്റം ചാലക്കപ്പാറ മന്ത്രപ്പറമ്പിൽ വീട്ടിൽ അബിൻസ്, തമ്മനം സ്വദേശി മഞ്ജുഷ എന്നിവരാണ് പിടിയിലായത്. വിവാഹിതനും 3 കുട്ടികളുടെ പിതാവുമാണ് അബിൻസ്. 2 കുട്ടികളുടെ അമ്മയാണ് മഞ്ജുഷ. ഗൾഫിൽ ഓഫീസ് ബോയ് ആയിരുന്ന അബിൻസ് 2 മാസം മുമ്പാണ് നാട്ടിൽ വന്നത്. ഇയാളുടെ സുഹൃത്തിന്റെ ഭാര്യയാണ് മഞ്ജുഷ. ഇരുവരും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു. അബിൻസ് നാട്ടിലെത്തിയ ശേഷം ഇരുവരും മക്കളെയും കുടുംബത്തെയും വിട്ട് ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ 22-ന് ഉച്ച കഴിഞ്ഞ 12:30-ന് ഏരൂർ ലേബർ കോർണർ വടക്കേ വൈമീതി റോഡിൽ കൊച്ചുപുരയ്ക്കൽ പരേതനായ രാമന്റെ ഭാര്യ റിട്ടയർഡ് അധ്യാപിക രഘുപതിയെ ആക്രമിച്ചാണ് അബിൻസ് സ്വർണം കവർന്നത്. സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് ഇരുവരും പോലീസിനോട് പറഞ്ഞു. കവർച്ച നടന്ന വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത്. കവർച്ച നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അബിൻസ് ബൈക്കിൽ രഘുപതിയുടെ വീടിന് മുമ്പിലൂടെ വരുമ്പോൾ ബൈക്കിന്റെ ചെയിൻ തെറ്റിയെന്നും കൈ തുടയ്ക്കാൻ തുണിയുണ്ടോ എന്നും ചോദിച്ച് ഈ വീട്ടിൽ കയറി. രഘുപതി തുണി നൽകി, കുടിക്കുവാൻ വെള്ളവും നൽകി. വീട്ടിലെ കാര്യങ്ങളെല്ലാം ആ സമയത്ത് രഘുപതിയോട് ചോദിച്ചു മനസ്സിലാക്കി. വയോധികയെ ആക്രമിച്ച് കവർച്ച നടത്താൻ കാമുകന് ധൈര്യം പകർന്നത് മഞ്ജുഷ. പകൽ വയോധിക തനിച്ചെന്ന് മനസ്സിലാക്കിയ ഇവർ കവർച്ചയ്ക്ക് 2 ദിവസം മുമ്പും ഇതേ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ അന്ന് സമീപത്ത് ആളുകൾ ഉണ്ടായിരുന്നതിനാൽ പദ്ധതി പാളി. കഴിഞ്ഞ 22-ന് രാവിലെ 11-ന് എത്തിയെങ്കിലും കവർച്ചയ്ക്കുള്ള മാനസികാവസ്ഥയിലല്ലെന്ന് അബിൻസ് പറഞ്ഞു. തുടർന്ന് ഇരുവരും മടങ്ങിപ്പോയി. ഏരൂർ ആനപ്പറമ്പിന് സമീപം എത്തിയപ്പോൾ മഞ്ജുഷ ധൈര്യം നൽകി. സമീപത്തെ കടയിൽ നിന്ന് നാരങ്ങ വെള്ളം വാങ്ങി കുടിച്ച ശേഷം വീണ്ടും വന്ന് കവർച്ച നടത്തി. ടിവിയുടെ സെറ്റ് ഓഫ് ബോക്സ് ശരിയാക്കാൻ എന്ന വ്യാജേനയാണ് അബിൻസ് വീട്ടിൽ കയറിയത്. ഈ സമയം മഞ്ജുഷ വീടിന് വെളിയിൽ കാവൽ നിന്നു. ഏരൂരിലെ ആക്രിക്കടയിൽ നിന്ന് വാങ്ങിയ കമ്പിപടി ഉപയോഗിച്ചാണ് രഘുപതിയെ തലക്കടിച്ചു വീഴ്ത്തിയത്. തുടർന്ന് ആഭരണങ്ങൾ ഊരിയെടുത്തു. ഇവ എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് ഇരുവരും ഗുരുവായൂരിലെത്തി 4 ദിവസം ലോഡ്ജിൽ ഒളിച്ചു താമസിച്ചു. അന്വേഷണം മന്ദഗതിയിലായെന്ന് തോന്നിയപ്പോൾ എറണാകുളത്ത് തിരിച്ചെത്തി. പ്രതികളെ ഏരൂരിലെ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുത്തു. അബിൻസിനെ രഘുപതി തിരിച്ചറിഞ്ഞു. കവർച്ച സമയത്ത് വീടിന് പുറത്ത് മൊബൈൽ ഫോണിൽ സംസാരിച്ചു നിന്ന മഞ്ജുഷയെ അയൽവാസികളും തിരിച്ചറിഞ്ഞു. ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.